ചില മതനേതാക്കന്മാര് സ്വർഗഭോഗത്തിന് ലൈസൻസ് കിട്ടാൻ വേണ്ടി ചുളിവിൽ ശ്രമം നടത്തുന്നുണ്ട്. ഞാൻ അവരുടെ പേര് ഇവിടെ പറയുന്നില്ല, ഞാൻ അവരുടെ അധ്യായമയോടെ വായിക്കപ്പെടുന്നില്ല. എന്നാൽ പ്രിയപ്പെട്ടവര്, സ്വർഗഭോഗികൾക്ക് കൊടുത്ത ശിക്ഷ എന്താണെന്ന് പരിശുദ്ധ ഖുർആൻ നിങ്ങളൊന്ന് നിവർത്തി വെച്ചു നോക്കിയാൽ അള്ളാഹു വളരെ ഗൗരവത്തിൽ കണ്ട കുറ്റമാണ് സ്വർഗഭോഗം. അള്ളാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, ഇന്നക്കും ലതഊന الرجال شهوة من دون النساء بل أنتم قوم مسرفون. വികാരം പുരുഷൻ സ്ത്രീയിലൂടെ ശമിപ്പിക്കേണ്ടതിന് പകരമായി നിങ്ങൾ പുരുഷനിലൂടെ വികാരശമനം നടത്തുന്ന ജനതയാണോ? അല്ല പറയുകയാണ്, എന്നാൽ ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ, ലോകത്ത് വൃത്തികെട്ട ജനത നിങ്ങളാണെന്ന് ഖുർആൻ. ഇതെന്തിനെ പറ്റിയാണ് പറഞ്ഞത്? 3500 കൊല്ലം മുമ്പ് ലോകത്ത് ജീവിച്ചു പോയ പ്രവാചകനുണ്ട്, ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹിസ്സലാം. ലൂത്ത് നബിയുടെ ജനത എന്തായിരുന്നു? അവരുടെ ഏറ്റവും വലിയ വീക്ക്നെസ് സ്വർഗഭോഗമായിരുന്നു. അവർ താമസിച്ചത് എവിടെയായിരുന്നു? നിങ്ങൾ വയത് കഴിഞ്ഞ് വീടിന്റെ അകത്ത് പോയിട്ട് വേൾഡ് മാപ്പ് എടുത്തു നോക്കൂ മോനെ. ആ വേൾഡ് മാപ്പ് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ആ മാപ്പിന്റെ ഒരു ഭാഗത്ത് കാണാം ജോർദാൻ എന്നൊരു സ്ഥലം കാണാം. ജോർദാൻ ഒരു അറേബ്യൻ കൺട്രിയാണ് ജോർദാൻ. ആ ജോർദാനിന്റെ തീരത്ത് ഒരു ചുവപ്പ് മഷി കൊണ്ട് അടയാളപ്പെടുത്തിയിട്ട് കാണാം. ചുവപ്പ് മഷിയുടെ അടയാളം ഉണ്ടാവും. അവിടെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് ഡെഡ് സീ, അറബിയിൽ എഴുതിയിട്ടുണ്ട് അൽ ബഹറുൽ മയ്യത്ത്. മലയാളത്തിൽ അതിന് പറയുകയാണെങ്കിൽ ചാവുകടൽ. അൽ ബഹറുൽ മയ്യത്ത് കണ്ടോ, മയ്യത്തായ കടൽ. ഡെഡ് സീ, ചത്ത കടൽ. അതാ ചാവുകടൽ. ചാവുകടൽ എന്ന് പറഞ്ഞ കടല് ചത്തൂന്ന്. ചത്ത എന്താ ഉണ്ടാകുക? ഒരാൾ വെള്ളത്തിൽ വീണ് ചത്താൽ പൊന്തു, പിന്നെ മൂപ്പരെങ്ങനെ എയറിൽ ഇങ്ങനെ കിടന്നോളൂ. ജീവനുള്ള ആളാണെങ്കിലോ താഴെ. ഈ ചാവുകടലിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? കരയിൽ വെച്ച് ഏറ്റവും വലിയ ജീവി ആഫ്രിക്കൻ ആനയാണെന്നാണ് നമ്മൾ വായിച്ചു പഠിച്ചത്. കരയിൽ വെച്ച് ഏറ്റവും വലിയ ജീവി ആഫ്രിക്കൻ ആന. കടലിലും കരയിലും വെച്ച് ഏറ്റവും വലിയ ജീവി നീലത്തിമിംഗലമാണത്രേ. പിന്നീട് മാറിയിട്ടുണ്ടോ എന്നറിയില്ല, കാരണം അത് ഖുർആനിലെ ഹദീസല്ല. വേറെ വല്ല പുലിവാലും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ മേലിക്കെടുക്കരുതിച്ചിട്ടാണ് ഞാൻ ആണത്രേ എന്ന് പറഞ്ഞു വെച്ചത്. അപ്പോ ഈ നീലത്തിമിംഗലത്തിനെ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു ആഫ്രിക്കൻ ആനയെ കൊണ്ടുവന്ന് ഈ ജോർദാനിന്റെ തീരത്തുള്ള ചാവുകടലിൽ ഇട്ടുവാൽ 2500 അടി ആഴമുള്ള കടലാണ് ചാവുകടൽ. എന്നാൽ ഒരു ആനയെ കൊണ്ടോ ഈ കടലിലിട്ടാ റബ്ബർ പന്ത് കിടക്കുന്നത് പോലെ പൊന്തിക്കിടക്കും മോനെ. സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ പോയിക്കോ, ജോർഡാനിലേക്ക് ചാവുകടലിലൊന്ന് പോയി ചാടിക്കോ. ഏത് നീന്തൽ അറിയാത്ത ഒരു സുഖമായി ചാടാ. കൊച്ചു കുട്ടികളൊക്കെ ചാവുകടലിൽ കിടന്ന് റബ്ബർ പോലെ പൊന്തിക്കിടക്കുകയാണ്. താവണമെന്ന് വിചാരിച്ചാലും താഴുന്നില്ല. കാരണം എന്താണ്? പേര് പോലെ തന്നെ അവിടുത്തെ കടൽ ചത്തുപോയി. എന്തേന് കടൽ ചാവാനുള്ള കാരണം എന്നറിയോ? ആ ജോർദാനിന്റെ തീരത്ത് 3500 കൊല്ലം മുമ്പ് താമസിച്ചിരുന്ന ഒരു ജനതയുണ്ടായിരുന്നു. ആ ജനത ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ജനതയാണ്. അവർ മീൻപിടുത്തവുമായി ബന്ധപ്പെട്ട് ജീവിച്ചിരുന്നവരായിരുന്നു. അവരുടെ ഏറ്റവും വലിയ വീക്ക്നെസ് സ്വർഗഭോഗമായിരുന്നു. അവർ പുരുഷന്മാരിലൂടെ വികാരശമനം നടത്തിയിരുന്ന ഏർപ്പാടിന് സുഖമായി കണ്ടവരായിരുന്നു. അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അല്ലാഹു തആല ലൂത്ത് നബി അലൈഹിസ്സലാമിനെ അവരിലേക്ക് ദഅവത്തുമായി വഅദ് പറയാൻ പറഞ്ഞയച്ചു. ലൂത്ത് നബി അവരിലോട് വന്ന 10 ആണ്ടുകളോളം നിരന്തരമായി വഅദ് പറഞ്ഞു. ആ ജനത ലൂത്ത് നബിയോട് പറഞ്ഞു, ലൂത്ത് നിസ്കരിക്കാൻ പറഞ്ഞോ, ഞങ്ങൾ ചെയ്തോളാം. പണം സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞോ, തർക്കല്ല, ഞങ്ങൾ ചെയ്തോളാം. വേറെ ഏത് കാര്യം പറഞ്ഞോ, ഞങ്ങൾ ചെയ്തോളാം. പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുഖം പുരുഷന്മാരോട് വികാരശമനം വരുത്തലാണ്. അത് നിർത്തണമെന്ന് പറഞ്ഞാൽ നടക്കൂല ലൂത്തേ. നീയും നിന്റെ പടച്ചോനും പറഞ്ഞാലും നടക്കൂല. അതുകൊണ്ട് ഇന്നക്കല മജ്നൂൻ, നിനക്ക് ഹിസ്റ്റീരിയ ബാധിച്ചിരിക്കുന്നു. അതായത് നിനക്ക് ഭ്രാന്താന്ന് പറഞ്ഞു ആ ജനത. 10 ആണ്ടുകളോളം ലൂത്ത് നബി ആ ജനതയെ ഉപദേശിച്ചു. ഇത് തമ്മാടിത്തരാണ്, ഇത് വളരെ മോശമാണ്, ഇതിന്റെ അന്ത്യം വളരെ ഗുരുതരാണ്. പക്ഷേ
ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനത പിന്നോട്ട് പോകാൻ തയ്യാറായില്ല. അപ്പോഴാണ് അല്ലാഹുവിനോട് ലൂത്ത് നബി ദ്വാരന്ന് പഠിച്ചവനെ, ഞാൻ നിരാശിതനാണ്, ഈ ജനത വളരെ അധപ്പതിച്ചു പോയിരിക്കുന്നു. ആകാശത്തുനിന്ന് ഇൻഫർമേഷൻ കിട്ടി ലൂത്ത് നബിക്ക്, ലൂത്ത് നീ ഭയപ്പെടണ്ട, ഇനി ജനതയിൽ ദഅവത്ത് ഫലിക്കുകയില്ല, അതുകൊണ്ട് ഇവരെ ഒന്നാകം നശിപ്പിച്ച് കളയാനാണ് അല്ലാഹുവിന്റെ തീരുമാനം. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞു. ഖുർആന്റെ അകത്ത് ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ വീട്ടിലേക്ക് ഒരു വൈകുന്നേര സമയമായപ്പോ മലക്കുകൾ ആൺകുട്ടികളുടെ കാണാൻ കൊള്ളാവുന്ന നല്ല ഭംഗിയുള്ള കുറച്ച് ആൺകുട്ടികളുടെ വേഷമണിഞ്ഞുകൊണ്ട് കുറച്ച് മലക്കുകൾ ലൂത്ത് നബിയുടെ വീട്ടിലേക്ക് വന്നൊരു വൈകുന്നേര സമയം. ആ സമയം അങ്ങാടിയിലുള്ള ജനങ്ങള് നല്ല സൗന്ദര്യമുള്ള ആൺകുട്ടികൾ ലൂത്ത് നബിയുടെ വീട്ടിലേക്ക് വരുന്നത് കണ്ടപ്പോൾ അവരീ കുട്ടികളുടെ പിന്നാലെ വന്നു. ലൂത്ത് നബിയുടെ വീട്ടിലേക്ക് ഈ കുട്ടികൾ അങ്ങ് കയറിയപ്പോൾ അവർ ലൂത്ത് നബിയുടെ വീടിന്റെ ഉമ്മറത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു, ലൂത്തേ, ഈ നാട്ടുകാരല്ലാത്ത പരിചയമില്ലാത്ത നല്ല ചൊറുചുറുക്കുള്ള മൊഞ്ചുള്ള കുട്ടികള് നിന്റെ വീട്ടിൽ നിന്ന് വിരുന്ന് വന്നിട്ടുണ്ടല്ലോ, അവരെ ഞങ്ങളുടെ വികാരശമനത്തിൽ നിന്ന് ഇറക്കിത്തരണം, അവരെ ഞങ്ങൾക്ക് ആഗ്രഹം പൂർത്തീകരണത്തിന് വിട്ടുതരണോ. ബഹുമാനപ്പെട്ട ലൂത്ത് നബിക്ക് അറിയാമായിരുന്നു വന്നത് മലക്കുകളാണെന്ന്. മലക്കുകൾ ലൂത്ത് നബിയോട് പറഞ്ഞു, ഞങ്ങൾ മനുഷ്യരല്ല, മലക്കുകളാണ്, പക്ഷേ ഈ ജനതയോട് പറയാൻ നിർവാഹമുണ്ടോ? ലൂത്ത് നബി അവരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് വൃത്തികേടാ പറയുന്നത്? എന്റെ വീട്ടിലേക്ക് അതിഥികളായി വിരുന്നുകാരായി വന്ന ജനങ്ങളെ വൃത്തികേട് കാണിക്കാൻ വിട്ടുതരണോ? അവസാനത്തെ കയ്യിന് ലൂത്ത് നബി പറഞ്ഞു പോയി, ജനങ്ങളെ, നിങ്ങൾക്ക് വേണമെങ്കിലും എന്റെ ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾ എന്റെ വീട്ടിലുണ്ട്, നിക്കാഹ് ചെയ്തു തരാൻ തയ്യാറാണ്, വേണമെങ്കിൽ കൊണ്ടൊക്കോ. പക്ഷേ ആ വൃത്തികെട്ട ജനതയുടെ മറുപടി എന്തായിരുന്നെന്നോ? ആർക്ക് വേണടാ ലൂത്തേ പെണ്ണിനെ ഇവിടെ, ഞങ്ങൾക്ക് ആന് മതിയല്ലോ. അല്ലാഹു പറഞ്ഞു ലൂത്ത് നബിയോട്, ലൂത്തേ, ഈ ജനതകൾ ഇനി ഉപദേശം ഫലിക്കാത്ത അത്ര മോശപ്പെട്ടു പോയിരിക്കുന്നു. വേദാന്തം പറഞ്ഞിട്ട് കാര്യമില്ല ഇവരോട്, ഇവർ ഞൊണ്ടിന്യായങ്ങൾ പറയുന്നു, അതുകൊണ്ട് ഇവർക്കുള്ള ശിക്ഷ ഇതായി ഇറങ്ങാൻ പോവുകയാണ്. അതുകൊണ്ട് ലൂത്ത് നബിയോട് പറഞ്ഞു, ഇന്നത്തെ സുപ്രഭാതം പൊട്ടിവിടരുന്നതിന്റെ മുന്നേ നീയും നിന്റെ മകനും മക്കളും ഭാര്യയും കുടുംബവും ഈ രാജ്യത്തിന്റെ ബോർഡർ അങ്ങ് വേഗം കടന്നോളണം. സുബഹിയുടെ മുമ്പ് നാട് വിടണം, ഇപ്പൊ തന്നെ പൊക്കോളണം. സുബഹിയായാൽ ഈ രാജ്യം നശിക്കാൻ പോകുകയാണ്, അതിന് മുമ്പ് നിങ്ങൾ രക്ഷപ്പെട്ടോളണം. ലൂത്ത് നബിക്ക് ഇൻഫർമേഷൻ. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ ശരിക്കും ലൂത്ത് നബിയോട് വിശ്വാസം ഉണ്ടായിരുന്നില്ല. അത് ചിലപ്പോ ഉണ്ടാവില്ല. എത്ര ബാല്യ പറയുന്ന മുസ്ലിയാരായാലും സ്വന്തം ഭാര്യക്ക് അയാളപ്പോ അയാളൊക്കെ പറയുന്നത് എന്താ ആളല്ലേ ഒരു തോന്നലുണ്ടാവും. ആ വലിയ തങ്ങളാണ് തര ഒരു ലോകം അറിയേണ്ടത് തങ്ങളാ, പക്ഷെ ഭാര്യന്റെ മുമ്പിൽ അയാളുടെ എല്ലാ സീക്രട്ടും വെളിവാകുമല്ലോ, അതൊരു വീക്ക്നെസ് അല്ല. അപ്പൊ അതുകൊണ്ട് ലൂത്ത് നബിയുടെ ഭാര്യയ്ക്ക് ഒരു സംശയം, ഈ ലൂത്താണ് ഇപ്പൊ അള്ളാഹുവിന്റെ നബി, എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറണ ഈ ലൂത്താണ് ഇപ്പൊ ഈ ദുആക്ക് ഇജാബത്തുള്ള നബി? പിന്നെ ഒരു ചെറിയ വിശ്വാസക്കുറവ്. അങ്ങനെ മലായിക്കത്ത് പറഞ്ഞു, അല്ലാഹു പറഞ്ഞു, ലൂത്തേ, നീയും നിന്റെ കുടുംബവും ഇപ്പൊ തന്നെ പുറപ്പെടണം. പക്ഷെ ആ ജനങ്ങൾ ലൂത്ത് നബിയുടെ വീട് വളഞ്ഞു നിൽക്കുക. അവർക്ക് ആവശ്യം ആ വിരുന്ന് വന്ന കുട്ടികളെ സ്വർഗ്ഗലോകത്തിന് വിട്ടുകൊടുക്കില്ല എന്ന് ലൂത്ത് നബി പറഞ്ഞപ്പോ ആ ജനത പറഞ്ഞു, നിന്റെ വീട് ഞങ്ങൾ ചുട്ടരിച്ചു കളയും ലൂത്തേ. അത് പറഞ്ഞപ്പോ മലായിക്കത്ത് പറഞ്ഞു, അതിനവർക്ക് സാധ്യമല്ല ലൂത്ത് നബിയെ, നിങ്ങൾ ഇറങ്ങിപ്പൊക്കോളൂ, നിങ്ങളുടെ ഭവനത്തിന്റെ 4 ഭാഗത്ത് നിൽക്കുന്ന ജനങ്ങൾക്ക് ഇപ്പൊ കണ്ണു കാണില്ല, പൊക്കോളാൻ പറഞ്ഞു. ലൂത്ത് നബി അലൈഹിസ്സലാമും കുടുംബങ്ങളും അവരുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ യാത്ര പുറപ്പെടുകയാണ്. യാത്ര പുറപ്പെട്ടു പോയ സമയം സുബഹിയോ അടുക്കുന്നതിന് മുമ്പ് രാജ്യത്തിന്റെ ബോർഡർ കിടക്കണം എന്നാണ് അല്ലാഹുവിന്റെ നിർദ്ദേശം. ചെറുപ്പക്കാരെ, അല്ലാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ, വലാ യൽതഫിത് മിൻകും, നിങ്ങളിൽ നിന്ന് ആരും തിരിഞ്ഞു നോക്കാൻ പാടില്ല. നിങ്ങൾ പോകുന്ന സമയത്ത് രാജ്യത്തിന്റെ പിൻഭാഗത്തുനിന്ന് വലിയ അപശബ്ദങ്ങളും ആർത്തനാദങ്ങളും അട്ടഹാസങ്ങളും ഒക്കെ കേൾക്കും. മലായിക്കത്ത് ശിക്ഷ കൊടുക്കുന്ന സമയം ഭയങ്കര ശക്തമായ ശബ്ദങ്ങൾ ഉണ്ടാകും. ഒരാളും ബാക്കിലൊക്കെ തിരിഞ്ഞു നോക്കാൻ പാടില്ല. തിരിഞ്ഞു നോക്കിയാലോ നോക്കിയവൻ കാഫിറായി ചത്തുപോകുമല്ലോ.
അള്ളാഹുവിന്റെ പക്കൽ നിന്ന് മുന്നറിയിപ്പ് കിട്ടിയിട്ട് പോലും ലൂത്ത് നബിയും കുടുംബങ്ങളും യാത്ര പുറപ്പെട്ട സമയത്ത് പിൻഭാഗത്തുനിന്ന് ഭയങ്കരമായ അട്ടഹാസങ്ങളും നിലവിളികളും അങ്ങ് തുടങ്ങി. ഘോരമായ ശബ്ദങ്ങൾ, ശീക്രനാദങ്ങൾ പുറപ്പെടുവിക്കാൻ തുടങ്ങി. ആ സമയത്ത് ലൂത്ത് നബിയുടെ ഭാര്യ ഈമാൻ കുറഞ്ഞു പോയ പെണ്ണാണ്. അവളൊന്ന് ബാക്കിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോ ഉടനെ ചത്തു നിലം പതിച്ചു പോയി. അവള് അവിശ്വാസിനിയായ ലൂത്ത് നബിയുടെ ഭാര്യ അവിടെ കിടന്ന് മരണപ്പെട്ടു പോയി. ബാക്കിയുള്ള കുടുംബക്കാരും ലൂത്ത് നബിയുടെ കുഞ്ഞുമക്കളും എല്ലാവരും രാജ്യത്തിന്റെ ബോർഡറങ്ങ് കടന്നപ്പോ പരിശുദ്ധ ഖുർആൻ നിവർത്തി നോക്കുപോലെ അല്ലാഹു പറയാണ് ആ ജനതയെ ചെയ്തതെന്താണ്? വജഅൽനാ ആലിയഹാ സാഫിലഹാ വജഅൽനാ ആലിയഹാ സാഫിലഹാ. ആ രാജ്യത്തിന്റെ മേൽഭാഗത്ത് ഞാൻ ഇങ്ങെടുത്തു. സാഫിലഹാ അടിയിലേക്ക് ഒരൊറ്റ മറിക്കലഞ്ഞു മറിച്ചു. വഅംതർനാ അലൈഹാ. ആ രാജ്യത്തിന്റെ മുകളിലേക്ക് ആകാശത്തുനിന്ന് മഴ വർഷിപ്പിച്ചു. വെള്ളമഴയല്ല വന്നത്, വെള്ളമല്ല മഴയിൽ വന്നത്. ഹിജാറത്തുൻ മിൻ സിജ്ജീലിൻ മൻദൂദ്. ചൂടാക്കപ്പെട്ട ഇഷ്ടികക്കല്ലുകൾ ആകാശത്തുനിന്ന് തുരുതുരാ എന്ന് ആ പ്രദേശത്തേക്ക് അതാ വർഷിപ്പിച്ചു. ആ രാജ്യത്തേക്ക് അതാ വർഷിപ്പിച്ചു. അവിടുത്തെ കടലും വെള്ളവും ഉപ്പുമൊക്കെ അതിന്റെ സാന്ദ്രത വലുതായിക്കൊണ്ട് ചാവ് കടലായി മാറി. സ്വർഗഭോഗികളെ എടുത്ത് കടലിലേക്ക് കൊട്ടിയ കടല്, പ്രിയപ്പെട്ടവരെ, ചാവ് കടലിട എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു, ബൈബിള് പറയുന്നു, ലോകചരിത്രം പറയുന്നു. കോടതികൾ ചിന്തിക്കട്ടെ, ബുദ്ധിയുള്ളവർ ചിന്തിക്കട്ടെ. സ്വർഗഭോഗത്തിന്റെ അന്ത്യം വളരെ ഭയാനകമാ പ്രിയപ്പെട്ടവരെ.